ഇനി എന്തൊക്കെ സംഭവിച്ചാലും വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കാർത്തികയോട് നമ്മുടെ പ്രകാശൻ. അത്രയധികം ഇപ്പോൾ താൻ ഈ വിവാഹം നടക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട് എന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് താനും ഈ കാര്യം അമ്മയെ അറിയിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കാർത്തിക മുന്നിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് വിക്രമിന് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം നമ്മുടെ കാർത്തിക കാർത്തിക അറിയാൻ ഇടയാകുന്നത്. ഇതോടെ കാർത്തിക പ്രകാശനെ ചെന്ന് കണ്ട് വിക്രമിന്റെ മനസ്സിലിരിപ്പ് തുറന്നു പറയുകയും വിവാഹം മുടക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ വിക്രം എന്തൊക്കെ ചെയ്താലും വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ പ്രകാശൻ അതുകൊണ്ട് തന്നെ താൻ വിക്രത്തെ നേരിട്ട് കൊള്ളാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് വിക്രമും അതുപോലെ തന്നെ നമ്മുടെ പ്രകാശനും ഈ കാര്യത്തിൻ്റെ പേര് പറഞ്ഞ് തെറ്റുന്നത്. ഇതോടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു. ഈ കാര്യം മനസ്സിലാക്കുന്ന കാർത്തിക മനസ്സിൽ സന്തോഷിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് തിരിച്ചടി കൊടുക്കുന്നതിനുള്ള സമയമായി എന്നുള്ള കാര്യം കാർത്തികയോട് അമ്മ പറയുന്നത്. ഒടുവിൽ നമ്മുടെ കാർത്തികയുടെ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ് എല്ലാവരുടെയും മുൻപിലേക്ക്. ഇതേ സമയം താരയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടുപോകുന്ന CS-നെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.